ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ കഴിഞ്ഞ വീഡിയോ പാർട്ട് 1 ചെയ്തതിൻ്റെ പാർട്ട് 2 ആണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാണുമ്പം സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഇതിങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോഴായിരിക്കും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മിസ്സായി പോവും. മാക്സിമം ഞാൻ തന്നെ സ്പീഡ് കൂട്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം സ്ലോ ആണ്, ബാക്കിയെല്ലാം സ്പീഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇനി സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ പാർട്ട് 1 കുറേ ആൾക്കാർ കണ്ടിട്ട് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിന്ന് ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ നമ്മൾ ടവൽ തൂക്കുമല്ലോ, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതിന് ഞാനൊരു കവറ് റെഡിയാക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലിൻ്റെ മെഷർമെൻറ്റ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എടുക്കുക. ആ കോർണർ തൊട്ടിട്ട് ആ അറ്റം തൊട്ടിട്ട് താഴെ വരെ, അതായത് നമ്മൾ ആ ഹോള് കാണുന്ന ആ അറ്റം തൊട്ടിട്ട് ഇതുവരെ വേണം അതിൻ്റെ മെഷർമെൻ്റ് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെത് 13 ഇഞ്ചസ് നീളവും അതേമാതിരി തന്നെ അങ്ങനെ അതിൻ്റെ ചുറ്റളവ് എടുക്കണം. ചുറ്റിയിട്ട് ഉള്ള ചുറ്റിൽ നമുക്ക് വേണമല്ലോ. അപ്പോൾ അത് ഇതിന് ഏകദേശം ഒരു 7.5 ഇഞ്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫ്രിഡ്ജിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 4 പീസ് തുണിയാണ് എടുത്തത്. അതിൽ 2 പീസ് മെയിനായിട്ട് നിങ്ങൾ നല്ല ജീൻസിൻ്റെ പഴയ ജീൻസിൻ്റെ കട്ടിങ്ങോ മറ്റോ എടുക്കണം. നല്ല കട്ടി ഉണ്ടാവുള്ളൂ. അത്യാവശ്യം ഒരു കട്ടി വേണത്, അല്ലെങ്കിൽ സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ 4 പീസാണ് എടുത്തത്. മേലെ സാധാരണ നമ്മളെ കോട്ടൺ ചുരിദാറിൻ്റെ ക്ലോത്തിൻ്റെ 2 പീസാണ്. അപ്പോൾ അത് 2 പീസും ജീൻസിൻ്റെ 2 പീസും എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അളന്ന ആ മെഷർമെൻറ്റിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 7.5 ഇഞ്ച് വീതിയും ഒരു 13 ഇഞ്ച് നീളത്തിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ആ 4 തുണി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ലേ ഉള്ളത്, അപ്പോൾ അതിനെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരകളിട്ട് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പോട്ട് പാഡിന് ചെയ്ത പോലെ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിനും അതേപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ലൈനിട്ട് കൊടുത്താൽ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതിങ്ങനെ തിരിച്ചും ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡയഗണൽ ഷേപ്പിൽ ഇതേപോലെ വരും. അപ്പം ഞാൻ എൻ്റെ 2 ഹാൻഡിലിനുള്ളതും ഞാൻ അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് സെക്യൂർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്ന് കുത്തി വെക്കുകയാണ്. അപ്പോൾ പിന്ന് കുത്തി വെക്കാൻ എല്ലാവരും മടി കാണിക്കരുത്. കാരണം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ പിന്നെ നമുക്കത് അഴിച്ചു മാറ്റി എടുക്കുമ്പോൾ ഡബിൾ പണിയായി പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ അതൊന്ന് പിന്ന് കുത്തി വെക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പോൾ പിന്നെ തുണി ഇങ്ങനെ, പ്രത്യേകിച്ച് എൻ്റെ മെഷീൻ പോലത്തെ മെഷീനാണുള്ളവർക്കാണെങ്കിൽ എന്തായാലും അത് നിർബന്ധം. നമ്മുടെ മറ്റേ മെഷീനാണെങ്കിൽ, സാധാരണ മെഷീനാണെങ്കിൽ അത്ര കുഴപ്പമില്ല. നേരെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ വെച്ചടിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഞാനിതാ മുഴുവനും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ കോർണർ ഒന്ന് കർവാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതെന്തായാലും നിർബന്ധമാണ്. കാരണം അത് കട്ട് ചെയ്താലേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ആ ഹാൻഡിലിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഉൾഭാഗത്തേക്ക് അത്ര സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉൾഭാഗത്തേക്ക് ഇത് കയറണമെങ്കിൽ ഈ കർവ് ഷേപ്പ് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കരുത്. അപ്പോൾ ഇതേപോലെ കട്ടിയുള്ളതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഭാഗം ഓരോ ഇതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 4 എണ്ണം കൂടെ 4 കോർണർ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. കാരണം ഓൾറെഡി ജീൻസിൻ്റെ തുണിയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് തന്നെ നല്ല കട്ടിയാണ്. ഒരു ഇതിൽ തന്നെ 4 ലെയർ ഉണ്ടല്ലോ. 4 ലെയർ തുണി, 2 തുണിയും 2 ജീൻസിൻ്റെതുമായിട്ട് അത്യാവശ്യം. അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നല്ല നീറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൽ കാണിക്കുന്ന പോലെ ഈ ബൈൻഡിങ് കോഡ് വെച്ചിട്ട് ഞാനൊരു 1.5 ഇഞ്ചിൻ്റാണ് എടുത്തത്. ഇത് 2 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി കൂടെ വീതി വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ബൈൻഡിങ്ങിൽ ഞാനിപ്പോൾ ഈ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ ശരിക്ക് എളുപ്പമാണ്. പക്ഷേ ഇത് ഒരു കട്ടിയുള്ളതായതുകൊണ്ട് കുറച്ച് നീറ്റായിട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത് എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഇതത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താ വെച്ചാൽ ഈ മേലത്തെ ഭാഗം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുമ്പം താഴെ തുണി മതിയാവൂലേന്ന് ഇങ്ങനെ പേടിച്ചിട്ട് നമ്മൾ താഴെ കുറച്ച് അധികം വിടും. അപ്പം ആ ബാക്ക് ഭാഗത്ത് കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. കുറച്ച് എക്സ്ട്രാ തുണിയായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മൾ ഈ മേളിൽ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് നീറ്റായിട്ട് ഉണ്ടാവുക. താഴെ ഭാഗത്ത് അത്ര നീറ്റ് ഉണ്ടാവില്ല.
അത് ഞാൻ ആ രണ്ടാമത്തെ പാഡ് ചെയ്യുമ്പം ആ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യണം. ഞാനത് അതിൽ കാണിച്ചു തരാം. ഇപ്പം ഇതിന് നമുക്കിനി അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്രോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെൽക്രോ ഏകദേശം നമ്മൾ ആ കർവ് തുടങ്ങുന്ന ആ ഭാഗത്ത് തൊട്ടിട്ട് ആ നീളത്തിൽ കിട്ടുന്ന ആ ഭാഗത്തിൽ മാക്സിമം എത്ര കിട്ടുന്നോ കർവ് ഷേപ്പിലേക്ക് നമ്മൾ വെൽക്രോ വെക്കണ്ട. അതുവരെയുള്ള നീളം എത്രയാണെന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള വെൽക്രോ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് ഭാഗവും കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിക്കറും മറ്റേ സോഫ്റ്റ് ഭാഗവും ആ പല്ലുകളുള്ള ഭാഗവും സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ആ സോഫ്റ്റ് ഭാഗവും പിന്നെ ആ പല്ലുള്ള ഭാഗവും രണ്ടും പാഡിന്റെ രണ്ട് സൈഡിലായിട്ടാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ അതിന്റെ സെന്റർ ഒക്കെ മാർക്ക് ചെയ്ത് ആദ്യം നമുക്ക് ഈ സോഫ്റ്റ് ഭാഗം വെക്കാം. അപ്പം ഈ സോഫ്റ്റ് ഭാഗം നന്നായിട്ട് ഒന്ന് അടിച്ചു പിടിപ്പിക്കുക. നല്ല പുറത്തോട്ട് തള്ളി നിൽക്കാതെ മാക്സിമം അത് ആ അറ്റത്തോട്ട് വരണം. എന്നാലാണ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ നല്ല മാക്സിമം ക്ലോസ്ഡ് ആയി നിൽക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം അത് ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്താണ് ഇത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ മടക്കി ഇപ്പുറത്തെ പുറത്തെ ഭാഗത്താണ് നമ്മൾ മറ്റേ പല്ലുള്ള ഭാഗം വെക്കേണ്ടത്. അപ്പം നമ്മൾ അതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്താൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ നേരെ വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ലൈനിൻ്റെ ഉള്ളിൽ വെച്ചാൽ അതപ്പോൾ കറക്റ്റ് ആവും. അപ്പം അതും നല്ലപോലെ ഒന്ന് അടിച്ച് പിടിപ്പിക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. നമുക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് ആ സോഫ്റ്റ് ഭാഗവും രണ്ടാമത്തെ ഭാഗത്ത് ആ പല്ല് ഭാഗം വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പാഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഈ രണ്ടാമത്തെ സിസ്റ്റമാണ് ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹോട്ട് പാഡിന് ചെയ്തില്ല, അതേപോലെ ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അറ്റം ഒന്നിങ്ങനെ മടക്കി വെക്കണം എപ്പോഴും അങ്ങനെ ചെയ്യുമ്പം. കാരണം നമുക്ക് ഫിനിഷ് ചെയ്യുമ്പം ഫിനിഷ് ആവുന്ന അറ്റം അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ഹോട്ട് പാഡിന് ചെയ്ത് അതേപോലെ തന്നെ, കാരണം അതും കോട്ടൺ വെച്ചിട്ടായതുകൊണ്ട് നല്ല കട്ടിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് അതും അങ്ങനെ ചെയ്തത്. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ഇതും അതുപോലെ തന്നെ ജീൻസിൻ്റെ ആ കട്ടിയുള്ളത് കാരണം ഇതാണ് കൂടുതൽ സൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ആദ്യത്തേതിനെക്കാട്ടിലും. അപ്പം മടിച്ച് തീരുമ്പോൾ ഇങ്ങനെ ഏകദേശം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത് അത് എല്ലാം അങ്ങോട്ടേക്ക് തിരിച്ച് ആക്കി കൊടുത്തിട്ട് നമ്മൾ സെയിം സിസ്റ്റം തന്നെ കഴിഞ്ഞ ഹോട്ട് പാഡിൻ്റെ ചെയ്ത പോലെ തന്നെ. അപ്പം അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ അപ്പം ഇനി സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ട് എല്ലാം ഇങ്ങനെ നല്ലപോലെ അരികൊക്കെ ഇങ്ങനെ ചേർത്ത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഭാഗത്ത് ഓൾറെഡി നല്ല സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മുകളിലേക്ക് മാക്സിമം ആ ചുറ്റിയുള്ളത് വലിച്ചെടുത്തിട്ട് നല്ലപോലെ അത് ഫുള്ള് അടിച്ചെടുക്കുക. അപ്പം ഏകദേശം അടിച്ച് തീരുമ്പം ഇങ്ങനെയാണ് ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യണം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. പിന്നെ ഏകദേശം കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഒരു ലുക്ക് ഉണ്ടാവുക. അപ്പം കണ്ടോ, ഇതിൻ്റെ വക്കുകളാണ് മറ്റേതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പെർഫെക്റ്റും ആണ്, സ്ട്രോങ്ങും ആണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ രണ്ട് ഹാൻഡിലിനുള്ള കവറും റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ ഇനി ഇടേണ്ടതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ തന്നെ വീഡിയോയിലൊന്ന് ശരിക്കും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. അതായത് നമ്മളിങ്ങനെ അകത്തോട്ടാണ് ആ ഒട്ടിക്കുന്ന ഭാഗം വരുന്നതെങ്കിലും നമ്മൾ അത് ഇടാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഇങ്ങനെ പുറത്തോട്ട്, കാരണം എന്നാലല്ലേ നമുക്ക് ടൈറ്റായിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത ശേഷം വേണം നമ്മൾ അകത്തോട്ട് അത് തിരിച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെയാണ് ഞാൻ ഇടുന്നതെന്നുള്ളത്. ഈ വലത്തെ ഭാഗത്തായിരിക്കണം ഇങ്ങനെ ക്ലോസ് ആക്കി കൊണ്ടുവരേണ്ട ഏരിയ. നമ്മുടെ വലത്തെ കൈയിൻ്റെ ഭാഗത്തുള്ളത് അതേപോലെ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഒന്ന് കണ്ടു. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരിച്ച് ഉള്ളിലേക്ക് ആക്കിയാൽ മതി. കാരണം നമുക്ക് ആ ലെങ്ത് കൂടുതലുള്ള ഭാഗം പുറത്തോട്ടാണ് വേണ്ടത്. കർവ് ഭാഗമാണ് നമുക്ക് അകത്തോട്ട് ഉള്ളിലേക്ക് പോയത്. കാരണം ഉള്ളിൽ താഴെ കണ്ടില്ലേ ആ ഹാൻഡിലിൻ്റെ ആ ഭാഗമൊക്കെ കുറച്ച് നീളം കുറവല്ലേ. അപ്പം ലെങ്ത് കൂടുതലുള്ള ഏരിയയാണ് പുറത്തോട്ട് കാണേണ്ടത്. പക്ഷെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ആക്കിയിട്ടാണ് അതിനെ തിരിച്ച് ഉള്ളിലേക്ക് ആക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇതുപോലത്തെ ഒരു 2 സെറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
ഒന്ന് കഴുകാനെടുക്കുമ്പം മറ്റേത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2 സെറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതാകുമ്പോൾ അത് അവിടെ കിടന്നോളും. നമ്മൾ ടവലൊക്കെ വെക്കുകയാണെങ്കിൽ ടവല് പെട്ടെന്ന് നമ്മൾ കൈയൊക്കെ തുടച്ച് പെട്ടെന്ന് വൃത്തികേടാവും. ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ട് ആ ഹാൻഡിലിൽ അവിടെ കിടന്നോളും. അപ്പോൾ ഇതും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കാര്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതും ഹോട്ട് പാഡ് ആണെങ്കിലും പാർട്ട് 1ത്തെ അതുമൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇത് നമുക്ക് ഒരുപാട് നമുക്ക് കിച്ചണ് ജോലിയിലൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല ഫാസ്റ്റായി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാവരും മെഷീനുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതൊക്കെ സിമ്പിളല്ലേ കാര്യങ്ങൾ. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കിച്ചണിൽ ഉപയോഗിക്കുന്ന ഏപ്രൺ ആണ്. അപ്പം ഏപ്രൺ ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ടേബിളിൽ വിരിക്കാൻ വേണ്ടി വാങ്ങിച്ചതിൻ്റെ ഒരു ബാലൻസ് ആണ്. അപ്പോൾ അത് കുറച്ച് നല്ല സോഫ്റ്റ് ആണ്. ഇങ്ങനെ ഉൾവശത്ത് ഒരു തുണി പോലെ ഉള്ളൊരു ഫീലിംഗ് ഉള്ളതാണ്. അപ്പം ഞാൻ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതൊരു ലാർജ് സൈസിനുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. അതായത് ഈ മേളത്തെ വശം ഒരു 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ താഴോട്ടുള്ള ലെങ്ത്ത് ഒരു 12 ഇഞ്ചും. അതും നിങ്ങളും അങ്ങനെ തന്നെ എടുത്താൽ മതി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീതി, ഇതിൻ്റെ വീതി എടുക്കുന്നത് 12.5 ഇഞ്ചാണ്. 12ഓ 12.5ഓ എടുക്കാം. അപ്പോൾ ഇതൊരു ലാർജ് സൈസ് ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ ആണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സൈസിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് വന്നിട്ട് 35 ലെങ്ത്തിൽ ഒരു അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല പാകം കറക്റ്റ് ആയിരിക്കും. അത് നല്ല ഫുൾ കവറായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റിക് വെച്ചിട്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ ഇപ്പുറത്ത് ഒരു ലൈനിങ് തുണിയും കൂടെ വെക്കണം. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ ജസ്റ്റ് ഇത് എടുത്താൽ മതി, അളവെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ 5 ഇഞ്ച് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് എടുത്തത് നേരെ അങ്ങോട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അറ്റത്തോട്ട് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒരു നമ്മളെ ആ ബോഡി ഷേപ്പ് വരില്ല, കൈക്കുഴി ഭാഗത്തേക്കുള്ള ആ ഭാഗത്തേക്കുള്ള ഒരു ലെങ്ത്താണത്. അപ്പോൾ അതങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. അതിനൊക്കെ വേറെ പ്രത്യേകിച്ച് മാർക്ക് എല്ലാവർക്കും വ്യത്യാസമായിട്ടൊന്നുമില്ല. എന്നിട്ട് ആ അറ്റത്ത് ഒരു 6 ഇഞ്ച് മേലോട്ടേക്ക് കർവായിട്ട് ഒന്ന് വളച്ച് ഇതാക്കി കൊടുക്കാം. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കർവ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അതൊന്ന് സ്ക്വയറോ ആക്കുക, ചെറിയൊരു കർവ് കൊടുത്താലും മതി. അതൊക്കെ നമ്മളെ ഒരു സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് വന്നിട്ട്. ഇതൊരു ലാർജ് സൈസ് ആണ് കേട്ടോ. അതായത് കുറച്ച് വണ്ണം കൂടുതലുള്ളവർക്ക്, ആണുങ്ങൾക്ക് ഒക്കെ ഇത് കറക്റ്റ് ആയിരിക്കും. ഈ സൈസ് നല്ല ഫ്രണ്ടിലൊക്കെ നല്ല കവറായി നിന്നോളും. അപ്പോൾ ഇത് ഞാനൊരു പോക്കറ്റും കൂടെ അതിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ പോക്കറ്റും കൂടെ വരുമ്പം അത് സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം ആ താഴെ വെച്ചിട്ടുള്ള ലൈനിങ്ങും കൂടെ, ഇതിനൊരു ലൈനിങ്ങും കൂടി വെക്കുമല്ലോ നമ്മൾ. അപ്പോൾ ആ ലൈനിങ് അതിൽ നല്ല സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഈ പോക്കറ്റിന് നമ്മളൊരു ലൈനിങ്, ഒരു പഴയ തുണി എടുത്തിട്ട് അത് ചുറ്റിലും ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വേസ്റ്റ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തും കളയാം. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ടും നമ്മൾ ഒരു കോട്ടൺ തുണി ലൈനിങ് വെച്ചിട്ട് ചുറ്റിലും അടിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന തുണിയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ഫുള്ള് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൈൻഡിങ് കോഡ് എടുത്തിട്ടുള്ളത് ഒരു 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ചിൻ്റെ ബൈൻഡിങ് കോഡ് എടുത്തിട്ട് നമ്മൾ ഇത് നല്ല കോട്ടൺ ഇതാണ്, ലൈനിങ് തുണി പോലത്തെ നല്ല പശയുള്ള തുണീൻ്റെതാണ്. അപ്പം നമ്മൾ ഇതേമാതിരി കോഡാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കായിട്ട് നല്ല കോഡ്, ഒരു ഷേപ്പ് മാറ്റമൊന്നും വരാതെ നല്ല അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പം ഇത് നമ്മൾ മറ്റേ ഫ്രിഡ്ജിൻ്റെ പാഡിന് ചുറ്റും ചെയ്തില്ലേ ആദ്യത്തെ മെത്തേഡ്, അതിന് ഞാൻ അത്ര സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് നല്ല ബെസ്റ്റാണ്. അപ്പം അതാണ് വ്യത്യാസം. കാരണം ഇത് കട്ടിയില്ല. മറ്റേത് ജീൻസ് ഒക്കെ ഉള്ളത് കാരണം, ജീൻസിൻ്റെ കട്ടി കാരണം കട്ടിയുള്ളതായിരുന്നല്ലോ. ഇത് ഇനിയിപ്പോൾ ഇതിപ്പോൾ നേർമ ആയതുകൊണ്ട് നമുക്ക് ആ കോഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കോഡ് ഇവിടെ റെഡിയാക്കി വെച്ചാൽ മതി. നല്ല അയൺ ചെയ്തിട്ട് 1.5 ഇഞ്ചിന് അങ്ങനെ ഉള്ളോട്ട് മടക്കിയിട്ട് കോഡാക്കിയിട്ട് വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നേരെ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കൂ. നല്ല എളുപ്പമാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ 2 ഭാഗമായിട്ട് ഇങ്ങനെ നിവർത്തിയൊന്നും അടിക്കുന്നില്ലല്ലോ. അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കോർണറൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കർവ് ഭാഗത്തൊക്കെ വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ഈ പോക്കറ്റ് ഒന്ന് ഫിനിഷ് ചെയ്യുക. പോക്കറ്റിൻ്റെ ഫുള്ള് ചുറ്റിലും അടിച്ചു കൊടുത്തിട്ട് ഒന്ന് നീറ്റാവട്ടെ. അപ്പം ആദ്യം എപ്പോഴും ഈ യു പോലെ വരുന്ന ഈ ഭാഗത്ത് ആദ്യം ചെയ്തതിന് ശേഷം ഇനി മുകളത്തെ ഭാഗം കൂടെ ചെയ്യാം. അടിയിൽ ലൈനിങ് തുണിയും ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ പോക്കറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക്
മറ്റേ ബോഡി പാർട്ടിലും ചെയ്യാം. അപ്പോൾ ഈ പോക്കറ്റിന്റെ മുകളിലത്തെ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെ ആ ഭാഗമൊക്കെ മടക്കുന്നതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലോണം ശ്രദ്ധിച്ച് അതിന്റെ എന്താ പറയുക റോ എഡ്ജസ് ഒക്കെ, അതായത് അറ്റം വെട്ടിവെച്ച അറ്റങ്ങളൊക്കെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അറ്റത്ത് വരുമ്പോഴും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മളെ പോക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബോഡീൻ്റെ കട്ട് ചെയ്ത് വെച്ച ഭാഗത്തും ഇതേപോലെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം മേളിൽ ആ ചെസ്റ്റ് ഭാഗത്താണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ചെസ്റ്റ് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതാ ഈ കൈക്കുഴി വരുന്ന ഈ ഭാഗത്തു നിന്ന് തൊട്ടിട്ടാണ് ഈ യു ഷേപ്പിൽ ഈ അറ്റം തുടങ്ങിയിട്ട് മറ്റേ അറ്റം വരെ ഫിനിഷ് ചെയ്യണം. അപ്പം അതും ഇതേപോലെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി ആ സൈഡ് പോർഷനും കൂടെ അടിക്കണം. അപ്പോൾ ആ സൈഡ് പോർഷൻ അടിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് മൊത്തത്തിൽ നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന ഭാഗവും കഴുത്ത് കൂടെ ഇടാൻ ഉപയോഗിക്കുന്ന ഭാഗവും എല്ലാം കൂടെ ഒരൊറ്റ കോഡിൽ വേണം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് കണക്കായ നീളത്തിൽ വേണം എടുക്കാൻ. കെട്ടാനുള്ള ഭാഗം ഏകദേശം ഒരു 25 ഇഞ്ച് വേണം. അപ്പം ഞാൻ കഴുത്ത് കൂടെ ഇടാനുള്ള ഭാഗം ഒരു 11 മടക്കി വെച്ചിട്ട് 11, അപ്പം അതായത് 22 ഇഞ്ച്. അപ്പോൾ ഞാൻ അതിന് മാർക്ക് ചെയ്ത് വെച്ചതാണ് ഈക്വലായിട്ട് രണ്ട് സ്ഥലത്തും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ പിന്നെ ഒരു പിന്ന് വെച്ചിട്ട് അവിടെ സെക്യൂർ ചെയ്യുക. എന്നിട്ട് ആ ബാലൻസ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് തുടങ്ങാം. ഈ കൈക്കുഴീൻ്റെ ഭാഗത്ത് വരുന്ന അവിടെയും നമ്മൾ ഒന്ന് പിന്ന് കൊടുത്തിട്ട് അവിടെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കോഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണല്ലോ കിടക്കുന്നത്, അപ്പോൾ അത് ക്ലോസ് ആക്കിയിട്ട് തുടങ്ങാം. ക്ലോസ് ആക്കിയിട്ട് ആ അറ്റം നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ്. അതൊരു അത്യാവശ്യം എല്ലാവർക്കും വേണ്ടതിന് ഞാൻ ഇതിപ്പോൾ ഒരു 25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതിനെക്കാട്ടിലും ഇപ്പോൾ ഒരു എന്തായാലും 20-25 ഇഞ്ചിൻ്റെ ഉള്ളിൽ വേണം. പിന്നെ ആ കെട്ടാനുള്ള ആ അറ്റത്തും നമ്മളൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഈ കഴുത്തിലിടുന്ന ആ ഭാഗം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പം ഇങ്ങനെ പോയിട്ട് നമ്മൾ ഏകദേശം ആ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ അറ്റം വരെ നമ്മൾ ഫിനിഷ് ആവും. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ മുഴുവനും അടിച്ച് തീർക്കുക. ഇത് കാര്യമായിട്ട് നമുക്ക് കിച്ചണിലാണെങ്കിലും പാത്രം കഴുകുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നനയുന്ന അതുപോലത്തെ പണികളൊക്കെ ഉണ്ടാകുമ്പം ഇത് നല്ല ഹെൽപ്പാണ്. ഇത് അതുപോലെ തന്നെ ഞാൻ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ക്ലോത്ത് ആണല്ലോ. അപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ പിന്നെ സാധാരണ നമുക്ക് വെള്ളത്തിന്റെ പരിപാടിയൊന്നും ഇല്ല എന്നുള്ള ഇത് ആണെങ്കിൽ നമുക്ക് വല്ല എന്താ പറയുക മാവ് കുഴയ്ക്കുക അങ്ങനെയുള്ളതിനൊക്കെ ആകുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ ഡ്രസ്സിലാവുമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നമുക്ക് തുണീൻ്റെത് ഉപയോഗിക്കാം. അപ്പം ഞാനിതാ ഈ പോക്കറ്റ് നമുക്കിനിയിപ്പം ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പോക്കറ്റ് ഫിക്സ് ചെയ്യാൻ ഒരു 14 ഇഞ്ച് ഇറക്കത്തിൽ സെൻറ്ററാക്കി വെച്ച് നല്ല പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ അതെല്ലാവരും മടി കാണിക്കരുത്. പിന്ന് വെച്ച് നല്ലോണം നിവർത്തി, കാരണം താഴെയുള്ള ലൈനിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, നീങ്ങിപ്പോവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്ന് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്ന് വെക്കാനുള്ള മടി കൊണ്ട് നമ്മൾ പിന്നെ ഡബിൾ പണി ആയിപ്പോവും. പിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ താഴെയുള്ള ലൈനിങ്ങും എല്ലാം കറക്റ്റ് പ്ലേസിൽ ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ. ഇപ്പം നമ്മളെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഏപ്രൺ കണ്ടോ, ബാക്കിലൊക്കെ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ കോഡൊക്കെ വെച്ചതും ഇതിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല റെഡിമെയ്ഡ് ലുക്ക് തന്നെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്തിൽ ചെയ്യുന്നത് ഒന്ന് നോക്കാം. അപ്പം അതിന് ഞാൻ ഈ പഴയ കേർട്ടൻ്റെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ലൈനിങ്ങിന് പകരം സെയിം ആ തുണി തന്നെ 2 ലെയർ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് 2 മടക്കാക്കി നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ വെക്കുന്ന പോലെ അങ്ങനെ വെക്കുക. എന്നിട്ട് ചെസ്റ്റിൽ ഒരു 4 ഇഞ്ചസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ 5 ആയിരുന്നു എടുത്തത്, ഇവിടെ 4. ഇപ്പം ഇവിടെ ഞാൻ വീതി എടുത്തിട്ടുള്ളത് 11 ആണ്. 11 തന്നെ താഴേക്കുള്ള ആ കൈക്കുഴി വെട്ടാനുള്ള ഇറക്കവും നമ്മൾ 11 തന്നെ എടുക്കുന്നത്. അപ്പം 4, 11, 11 ഫുൾ ലെങ്ത് വന്നിട്ട് 34. ഈ മെഷർമെൻ്റ് ആണ് എല്ലാവർക്കും ആവശ്യമുള്ളത്. അപ്പം അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോഴും. എന്നിട്ട് ആ 2 തുണിയും കൂടെ ചീത്ത ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ചുറ്റിലും നമ്മൾ അടിച്ചെടുക്കുക. കാരണം 2 തുണിയല്ല, അപ്പം അത് ഒന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ പോക്കറ്റിനുള്ള തുണിയും ഇങ്ങനെ ഒരു ലൈനിങ് ഒരു തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കളയാം. ഇനി നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ കോഡ് വെച്ചിട്ട് പൈപ്പിംഗ് കോഡ് വെച്ചിട്ട് ഒന്ന് നല്ലോണം ബൈൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കട്ടിയില്ലാത്ത സാധനങ്ങളൊക്കെ അടിക്കുമ്പം ഒരുവിധം നല്ല നീറ്റായിട്ട് തന്നെ അത് വരും. ഇനി നമുക്ക് അത് പോക്കറ്റ് വെക്കാനുള്ള
ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാനൊരു 12 ഇഞ്ചിലാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ പോക്കറ്റ് ഒരു 12 ഇഞ്ചിൽ ഇറക്കം വെച്ചിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ആ സെൻറ്ററിൽ പോക്കറ്റ് നമുക്ക് വെച്ച് കൊടുക്കുക. പോക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഈ പോക്കറ്റ് വെക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ ഈ 2 ലെയർ ആണല്ലോ വെച്ചത് നമ്മൾ ലൈനിങ് പോലെ. അപ്പോൾ ആ 2 തുണിയും നല്ല ഒരുമിച്ച് തന്നെ ഇരുന്നോളും. അപ്പോൾ അതൊക്കെ നേരെ നീറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഈ പിന്ന് വെച്ചിട്ട് നല്ലോണം അവിടെ ഉറപ്പിച്ച് നിർത്തുക. പിന്നെ കുത്തി വെക്കാൻ എന്തായാലും മടി കാണിക്കരുത്. കാരണം പിന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് തുണിയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ല. അപ്പോൾ ഏകദേശം അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളും കൂടെ ബൈൻഡിങ് കോഡ് വെച്ചിട്ട് നേരത്തെ മറ്റേ ഏപ്രൺ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ വീട്ടിൽ മെഷീനുള്ള എല്ലാവരും തന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പം. പിന്നെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.